ഒരിക്കൽ മേധാവർക്കറുമായിട്ടൊരു കോട്ടയത്തൊരു മീറ്റിംഗ് സംസാരിക്കേണ്ടി വന്നപ്പോൾ ഞാനൊരു പോയിന്റ് ഉന്നയിച്ചു. ഗംഗാനദി അത് പരിപൂർണമായി ശുദ്ധീകരിച്ചു എന്നിരിക്കട്ടെ, കോടിക്കണക്കിന് രൂപ മുടക്കി ഗംഗാനദി പരിപൂർണമായി ശുദ്ധീകരിച്ചു എന്നിരിക്കട്ടെ. ആ ശുദ്ധീകരിച്ച ഗംഗാനദി എത്ര നാൾ ശുദ്ധമായിട്ട് ഒഴുകും? കാരണം നമ്മളല്ലേ മനുഷ്യർ, നമ്മളിലൊന്നും നടന്നിട്ടില്ല. നദിക്ക് വല്ല കുറ്റം ഉണ്ടായിരുന്നു? നദി ആദ്യകാലത്ത് ഒഴുകാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ശുദ്ധജലം ഒഴുകിയിട്ട് പിന്നെ കുറേ അശുദ്ധജലം ഒഴുകാമെന്ന് നദി വിചാരിച്ചു? ഒരിക്കലുമില്ല. അതാ ഗംഗോത്രിയിൽ നിന്ന് ശുദ്ധജലമായിട്ട് തന്നെ ഒഴുകി വന്നു. അതിനെ അശുദ്ധമാക്കിയതിനകത്ത് മീനല്ല, മീൻ അതിനെ ശുദ്ധീകരിച്ചിട്ടേ ഉള്ളൂ. ലോകത്തെ ഇങ്ങനെ വിഷമയമാക്കി തീർത്തതിൽ മൂർഖം പാമ്പിന് യാതൊരു പങ്കുമില്ല, കടുവായ്ക്കില്ല. ലോകത്തെ ഇങ്ങനെ വിഷമയമാക്കി തീർത്തതിൽ ഒരൊറ്റ വർഗത്തിന് മാത്രമേ പങ്കുള്ളൂ, വേറെ ആർക്കുമില്ല. വെള്ളം, ആകാശം, ഭൂമി, ഭക്ഷണ സാധനങ്ങൾ, അന്യോന്യ ബന്ധങ്ങൾ, വിവാഹബന്ധം, കുടുംബജീവിതം, ഇതിലേക്കൊക്കെ വിഷം വാരി എറിഞ്ഞത് ആരാണ്? വേറെ ഒരു ജന്തുവുമില്ല, നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇത് ശുദ്ധീകരിക്കേണ്ടത് ആരാണ്? ശുദ്ധീകരിക്കേണ്ടതേ നമ്മൾ ഓരോരുത്തരുമാണ്.